ശശികല എന്ന വീട്ടമ്മയെ സംസാരിച്ച അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നുണ്ട്. അശ്വിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് അത് 24-ലൂടെ പുറത്തു വരികയാണ്. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് അയൽവാസി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർ വ്യക്തമാക്കിയത്? അനുജ, വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് ഒരു തുമ്പും 10-12 വർഷമായി കിട്ടാത്ത ബിന്ദു പത്മനാഭൻ കേസിൽ അന്വേഷണത്തിന് വെളിച്ചമാകുന്ന, അല്ലെങ്കിൽ അന്വേഷണത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയുടെ അയൽവാസിയായ ഈ വീട്ടമ്മ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊല നടത്തിയ ആളുടെ പേരിൽ ഒരാൾ കൂടി ആ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്നാണ് ബിന്ദു പത്മനാഭനെ കൊന്നത് എന്നുള്ളതാണ് ഈ വീട്ടമ്മ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിലിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. അന്ന് മദ്യം നൽകിയാണ് ബിന്ദുവിനെ അബോധാവസ്ഥയിലാക്കിയത്. അതിനുശേഷം ഈ സെബാസ്റ്റ്യൻ്റെ ബെഡ്റൂമിലെ ശുചിമുറിയിലേക്ക് കയറ്റുന്നു, അതിനുള്ളിലിട്ട് കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ. അതിന് ആദ്യം ഈ വെളിപ്പെടുത്തൽ ഇവർ കേൾക്കുന്നത് ഈ കൊല നടത്തിയ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് എന്നും ഈ വീട്ടമ്മ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ്റെ പേരിൽ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം അത് ഈ വീട്ടമ്മ വാങ്ങാനായി എത്തുന്നു. ഈ വാങ്ങാനായി എത്തുന്ന സമയത്താണ് ആദ്യഘട്ടത്തിൽ ബിന്ദു പത്മനാഭൻ കേസ് വളരെ വാർത്തയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2017 കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അന്ന് ഈ സ്ത്രീയെക്കുറിച്ച് അറിയാമോ എന്ന ഈ വീട്ടമ്മ ഫ്രാങ്ക്ലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞ മറുപടിയാണ് അവരെയൊക്കെ പണ്ടേ കൊന്നു എന്നുള്ളൊരു മറുപടി. അന്ന് ഇതത്ര വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അതിനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും ഈ ഫ്രാങ്ക്ലിൻ്റെ ഇടപാടുകളിൽ നിന്ന് ഇവർക്ക് സംശയം തോന്നി. സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധം ഫ്രാങ്ക്ലിൻ ഉണ്ടായിരുന്നുവെന്ന് വീട്ടമ്മ പറയുന്നുണ്ട്. പിന്നീട് ഈ സ്ഥലമിടപാടുകാരനായ ഒരു സോഡ പൊന്നപ്പനെ കുറിച്ചാണ് ഈ വീട്ടമ്മ വെളിപ്പെടുത്തുന്നത്. സോഡ പൊന്നപ്പനും ഇതേ കാര്യം ഇവരോട് പറഞ്ഞു എന്നുള്ളതാണ് വീട്ടമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. സോഡ പൊന്നപ്പനുമായി വീട്ടമ്മ നടത്തിയ ഫോൺ കോളിൻ്റെ ശബ്ദ റെക്കോർഡ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഒപ്പം ഈ കാര്യങ്ങളെല്ലാം സോഡ പൊന്നപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഫ്രാങ്ക്ലിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഉൾപ്പെടെ 2 തവണ ക്രൈംബ്രാഞ്ച് ഇവരുടെ പക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ടും 2017-ലും ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ക്രൈംബ്രാഞ്ച് ഈ വീട്ടമ്മയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ഈ ഫ്രാങ്ക്ലിൻ എന്ന അതീവ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തി ആരോപണ വിധേയനായ കൊലപ്പെടുത്തി എന്ന അയാൾ തന്നെ പറയുന്ന ഈ ഫ്രാങ്ക്ലിനെ അറസ്റ്റ് ചെയ്യാനോ മൊഴി രേഖപ്പെടുത്താനോ ക്രൈംബ്രാഞ്ച് ഇതുവരെ തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ ശ്രദ്ധേയമാണ്. ഫ്രാങ്ക്ലിൻ ഇപ്പോഴും ഈ ചേർത്തല പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് വീട്ടമ്മ പറയുന്നത്. ഫ്രാങ്ക്ലിനെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നില്ല, ഇതിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഫ്രാങ്ക്ലിനെ അതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിന് ആ വീട്ടമ്മ തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് ഫ്രാങ്ക്ലിൻ. അതുകൊണ്ട് ഈ കേസ് പണ്ടേ ഇല്ലാതായിട്ടുണ്ടാകാം എന്നൊരു ആശങ്ക കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു തെളിവില്ലാതെ എങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി പോകും എന്നൊരാശങ്ക അന്നുണ്ടായിരുന്നു. പിന്നീടാണ് 2021-ൽ ഈ സോഡ പൊന്നപ്പൻ എന്ന ആളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആ കോൾ റെക്കോർഡ് അന്നു തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു നീക്കുപോക്കും അന്നുണ്ടായില്ല. അന്ന് നമ്മൾ അതുമൊക്കെ ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ, ഒരു പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അത് ഈ ബിന്ദു പത്മനാഭൻ കേസിൽ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സെബാസ്റ്റ്യനടക്കം പണം വാങ്ങി അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ളതായിരുന്നു. അതിലേക്ക് കൂടുതൽ വെളിച്ചം അല്ലെങ്കിൽ ആ ആരോപണത്തെ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലിൻ്റെ പരാതിയെ കൂടുതൽ അടിവരയിടുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് ഈ കേസ് എങ്ങനെ തേച്ചു മായ്ച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. സെബാസ്റ്റ്യൻ മാത്രമല്ല അതിലുള്ളത്, ഫ്രാങ്ക്ലിൻ എന്നുള്ള ഒരാൾ കൂടിയുണ്ട്. പക്ഷേ അവരൊന്നും ഈ അന്വേഷണത്തിൻ്റെയോ കേസിൻ്റെയോ ഭാഗമാകുന്നില്ല. അപ്പോൾ ആ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതി അത് കൂടുതൽ വ്യക്തമാവുകയാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അട്ടിമറി നടത്തിയോ എന്നുള്ള ചോദ്യം കൂടുതൽ ശക്തിപ്പെടുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തലാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനുജ, അശ്വിൻ, ഇതിൽ ഈ സോഡാ പൊന്നപ്പന്റെ ശബ്ദ സന്ദേശം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ പോലീസിന് നൽകിയിരുന്നു എന്നല്ലേ ഈ വീട്ടമ്മ നമ്മളോട് പറഞ്ഞത്? തീർച്ചയായും അനുജ, 2021-ൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അന്വേഷണമൊക്കെ വന്നപ്പോൾ അന്ന് തന്നെ ക്രൈംബ്രാഞ്ചിനെ അങ്ങോട്ട് സമീപിച്ച് ഈ ശബ്ദ സന്ദേശം കൈമാറി എന്ന് പറയുന്നുണ്ട്. അന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നത് പഴയ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമാണ്. അതായത് കേസ് അട്ടിമറിച്ചു എന്ന ആരോപണമുള്ള അന്വേഷണ സംഘത്തിൻ്റെ കൈവശമാണ് ബിന്ദു പത്മനാഭൻ അന്വേഷണം ഉണ്ടായിരുന്നത്.
സ്വാഭാവികമായും അട്ടിമറി അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദ സന്ദേശമൊക്കെ അന്നേ ക്രൈംബ്രാഞ്ചിൻ്റെ കൈവശം നിന്ന് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതൊരു കാര്യമായ അന്വേഷണം നടന്നിട്ടുണ്ടാവില്ല എന്ന് സ്വാഭാവികം നമുക്ക് സംശയിക്കാനാകും. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ശബ്ദ സന്ദേശം വീണ്ടും ഒരിക്കൽ കൂടി പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് വീട്ടമ്മ പറയുന്നു. അത് കൈമാറിയേണ്ട അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ക്രൈംബ്രാഞ്ച് സംഘം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി വീട്ടമ്മയുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്രാങ്ക്ലിനെയും സോഡ പൊന്നപ്പനെയും ഒക്കെ വീണ്ടും വിളിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ചോദ്യം ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു. കാരണം എന്തായാലും വീണ്ടും ഈ കേസ് വന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം ഇത്രത്തോളം മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലൊന്നും സാധാരണയായി കണ്ട് അങ്ങ് കാണാതെ പോകാൻ ക്രൈംബ്രാഞ്ചിനാകില്ല. അതുകൊണ്ട് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു, അത് കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനുമാണ് എന്നുള്ള ഈ വെളിപ്പെടുത്തൽ അതീവ ഗുരുതര സ്വഭാവത്തോടു കൂടി ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണ സംഘം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഫ്രാങ്ക്ലിൻ ഇതിനോടകം തന്നെ നാട് വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഒപ്പം സോഡ പൊന്നപ്പൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഒരുപക്ഷെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം അവരെ സമീപിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ സോഡ പൊന്നപ്പനും ഫ്രാങ്ക്ലിനും ഒക്കെ ഈ പ്രദേശവാസികൾ തന്നെയാണോ? ഇവർക്ക് അറിയാവുന്നതാണോ ഇവരെ കുറിച്ച്? 2012 ഈ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തി സ്ഥല കച്ചവടവുമൊക്കെ ബന്ധപ്പെട്ട ഒരു ബ്രോക്കർ എന്നുള്ള നിലയിൽ ഈ ചേർത്തലയിൽ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് താമസമാക്കുന്നത്. പക്ഷേ അക്കാലം മുതൽ ഇക്കാലം വരെ ഒരു സ്ഥലക്കച്ചവടവും ഇയാൾ നടത്തിയതായി അറിവില്ല എന്ന് ഈ വീട്ടമ്മ തന്നെ പറയുന്നുണ്ട്. പിന്നീട് എന്തിനാണ് ഇയാൾ ഈ നാട്ടിൽ വന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ഒരേ സ്വഭാവക്കാരാണെന്ന് കൂടി ഈ വീട്ടമ്മ അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് സെബാസ്റ്റിൻ്റെ സ്വഭാവം എന്താണോ അത് അതേ രീതിയിൽ തന്നെയാണ് ഫ്രാങ്ക്ലിനും പിന്തുടർന്ന് പോന്നിരുന്നത്. അതായത് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു, ഈ തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ സമീപിച്ച് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു ഇടപെടലാണ് ഈ ഫ്രാങ്ക്ലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് സെബാസ്റ്റ്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും തമ്മിലുള്ള ആ ഒരു ഇടപെടൽ എന്താണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതൊക്കെ സ്വാഭാവികമായും അന്വേഷണ സംഘം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം ഫ്രാങ്ക്ലിൻ എന്നുള്ള ഒരു വ്യക്തി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് എത്തിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതുകൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. അതിൽ അട്ടിമറി ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. എന്തായാലും വീട്ടമ്മ കൃത്യമായി അടിവരയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ആ വീട്ടിലെ സെബാസ്റ്റ്യൻ്റെ ബെഡ്റൂമിലെ ശുചിമുറിയിൽ ഈ ബിന്ദു പത്മനാഭന് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി ശുചിമുറിയിലിട്ട് കൊലപ്പെടുത്തി എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കാലമായി അതിന് മറ്റ് വലിയ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടാകില്ല. പക്ഷേ ഇതിൽ പറയുന്ന സോഡ പൊന്നപ്പൻ്റെ ഫോൺ റെക്കോർഡ് അത് നിർണായക തെളിവാണ്. അന്ന് ഈ സോഡ പൊന്നപ്പനുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിരുന്ന ഇടപാടുകൾ, അതിൽ ഫ്രാങ്ക്ലിൻ എങ്ങനെ ബന്ധപ്പെട്ടു, ഫ്രാങ്ക്ലിന് സെബാസ്റ്റ്യനുമായുള്ള ബന്ധമൊക്കെ ഇത്രയും വർഷം പഴയതാണെങ്കിൽ പോലും നിഷ്പ്രയാസം കണ്ടെത്താനാകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സെബാസ്റ്റ്യൻ്റെ അത്രയും പ്രായാധിക്യമുള്ള ആളല്ല ഫ്രാങ്ക്ലിൻ. അതുകൊണ്ട് ഫ്രാങ്ക്ലിനെ കസ്റ്റഡിയിലെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഫ്രാങ്ക്ലിനെ കസ്റ്റഡിയിലെടുത്ത് നടന്ന ചോദ്യം ചെയ്യലിൽ അന്ന് ഈ വീട്ടമ്മ പറയുന്നത് ഈ മുൻപ് തന്നെ ശബ്ദ സന്ദേശമൊക്കെ കൈമാറിയതാണ് അന്നത്തെ അന്വേഷണ സംഘത്തിന്. തിരോധാന കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ഈ ശബ്ദ സന്ദേശം കൈമാറിയിട്ടും ഒരു ഇഞ്ച് പോലും അവർ അനങ്ങിയില്ല എന്നല്ല ഇന്നിപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വിൻ. തീർച്ചയായും ഈ കേസുമൊക്കെ ബന്ധപ്പെട്ട്, കാരണം 2017 മുതൽ സജീവമായി ശ്രദ്ധാകേന്ദ്രത്തിലുള്ള വാർത്താമണ്ഡലത്തിലൊക്കെ സജീവമായി നിൽക്കുന്ന കേസായിരുന്നു ബിന്ദു പത്മനാഭൻ കേസ്. അന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും പിന്നീടും ഒക്കെ 2018 ശേഷവുമൊക്കെ ഈ വാർത്ത നിരന്തരമായി ഫോളോ ചെയ്യുന്നു. ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോക്കുമില്ലാത്ത സാഹചര്യത്തിൽ ഇത് എല്ലാ വാർഷികത്തിലും ഈ കേസിൻ്റെ എല്ലാ വർഷത്തിലുമൊക്കെ ഇതിൻ്റെ നിരന്തരമായ വാർത്തകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പത്രങ്ങളൊക്കെ വളരെ സജീവമായി ഫോളോ ചെയ്തിരുന്ന വാർത്തയുമാണ്. പക്ഷേ ഇക്കാലം അത്രയും ഈ ഫ്രാങ്ക്ലിൻ എന്നൊരു പേര് ഇതിൻ്റെ ഒരിടത്തും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ അന്വേഷണ സംഘം വന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു വീട്ടമ്മയുണ്ട് എന്നുള്ള കാര്യം പോലും അവർ വീണ്ടും കണ്ടെത്തുന്നത്. അങ്ങനെയാണ് വീട്ടമ്മയെ സമീപിക്കുന്നത്. ആ വീണ്ടും സമീപിച്ചപ്പോൾ ഈ ശബ്ദ സന്ദേശം അവർക്ക് കൈമാറി എന്നുള്ളതാണ് വീട്ടമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ പണം തട്ടാൻ വേണ്ടി ഈ ഫ്രാങ്ക്ലിനും ഒപ്പം സെബാസ്റ്റ്യനും ചേർന്ന് ഈ വീട്ടമ്മയെ കൊന്നു, ലഹരി നൽകി അബോധാവസ്ഥയിലാക്കി ബാത്റൂമിലിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ശരീരം എവിടെ മറവ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊന്നും ഇവർക്കും വ്യക്തതയില്ല. ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ ശബ്ദ സന്ദേശത്തിലും പറയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ആ ശബ്ദ സന്ദേശം